കുന്നമംഗലത്ത് 2 സ്ഥാപനങ്ങളിൽ മോഷണം. അക്ഷയ കേന്ദ്രത്തിലും മുറിയനാലിൽ മരുന്ന് ഷോപ്പിലുമായാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നമംഗലം കോഴിക്കോട് റൂട്ടിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അക്ഷയ കേന്ദ്രത്തിലും കുന്നമംഗലം വയനാട് റൂട്ടിൽ മുറിയനാൽ ഫാർമസി ആൻഡ് പോളിക്ലിനിക്കിലുമാണ് മോഷണം നടന്നത്. അക്ഷയ കേന്ദ്രത്തിലെ ഗ്ലാസ് ജനൽ തകർത്ത് ഷട്ടറിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപയും ഓഫീസ് ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുമാണ് മോഷണം പോയത്. എന്നാൽ മൊബൈൽ ഫോൺ പിന്നീട് നടക്കാവിലെ ഒരു ഹോട്ടലിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഹോട്ടലിലെ മാലിന്യത്തിൽ നിന്നുമാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഹോട്ടൽ അധികൃതർ ഫോൺ നടക്കാവ് പോലീസിന് കൈമാറി. ചാത്തമംഗലം സ്വദേശിനി ബിജിഷ മടത്തിലിന്റെ ഉടമസ്ഥതയിലുള്ള അക്ഷയ കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. അക്ഷയ കേന്ദ്രത്തിന്റെ സേവനം ആവശ്യപ്പെട്ട് മൊബൈൽ ഫോണിലേക്ക് വിളിച്ച ആളാണ് വിവരം ഉടമയെ വിളിച്ചറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. അക്ഷയയിലെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ അക്ഷയയിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച സമയത്ത് വേറൊരു സ്ഥലത്താണ് വേറൊരാളാണ് അറ്റൻഡ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നമ്പറിൽ ഞാൻ വിളിച്ച സമയത്ത് ഒരു നടക്കാവിലെ ഒരു ഹോട്ടലിൽ ഒരാളാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ CCTV നോക്കി. CCTVയിൽ നോക്കുന്ന സമയത്ത് സെൻറ്റർ ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സെൻറ്ററിലേക്ക് വന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും പിന്നെ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടും ഒക്കെ വന്ന് ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. 10,000-15,000 രൂപയോളം നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വലിച്ചു വാരിയിട്ട നിലയിലാണ് കണ്ടത്. അതേസമയം മുറിയനാലിലുള്ള ഫാർമസി ആൻഡ് പോളിക്ലിനിക്കിലും സമാനമായ നിലയിൽ തന്നെയാണ് മോഷണം നടന്നത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും ചാരിറ്റി ബോക്സിലുണ്ടായിരുന്ന 1,500 രൂപയും മൊബൈൽ ഫോണുമാണ് മോഷ്ടാക്കൾ കവർന്നത്. സംഭവത്തിന് പിന്നാലെ കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇരു കടകളും പരിശോധിച്ചു. കടകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ 3 പേരുടെ ചിത്രമാണ് പതിഞ്ഞിരിക്കുന്നത്. അതേസമയം മുഖം വ്യക്തമാകാത്ത നിലയിലായിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.